നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ വഖഫ് വിഷയം തന്നെയാണ് സാർ ഇന്നും നമ്മൾ എടുത്തിരിക്കുന്നത്. വഖഫ് വിഷയത്തില് ചിലർക്കൊക്കെ ഒരുപാട് ബോറടിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇന്ന് പകല് ചെയ്ത വിഷയത്തിലൊക്കെ പലരും വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ആ ഒരു വിഷയത്തിന്റെ ഒരു ഡെപ്തിലേക്കാണ് ഇന്ന് കടന്നു പോകുന്നത്. ആദ്യമേ തന്നെ ജയസൂര്യൻ സാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സർ, എങ്ങനെയാണ് സർ വഖഫ് ബില്ല് ഇപ്പോ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഞാൻ കണ്ടു. അതായത് വഖഫ് വിഷയം തൽക്കാലം മോദി പിൻവലിച്ചു, മോദി പേടിച്ചുകൊണ്ട്, ചന്ദ്രബാബു നായിഡുവിനെ പേടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണനം നടത്തുന്ന, ഇന്നിപ്പോൾ ജസ്റ്റ് ഭരിക്കാനുള്ള ആ ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമുള്ള രീതിയിൽ പോകുന്ന നരേന്ദ്രമോദിജിയും ഭയന്ന് വിറച്ച് പിൻവലിച്ചു എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പല പേഴ്സണൽ മെസ്സേജുകളിലൊക്കെ അതുണ്ടായിരുന്നു. എങ്ങനെയാണ് സർ, എന്തായി വഖഫ് ബില്ല് അവതരണം? എവിടെ വരെ എത്തി? നമ്മുടെ മുനമ്പത്തെ ആളുകളടക്കമുള്ള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുടെ കണ്ണീരൊപ്പുമോ? എങ്ങനെയാണ് സർ ഇന്നത്തെ അതിന്റെ ആ ഒരു സ്റ്റാറ്റസ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുലി പതുങ്ങുന്നത് വെറുതെ അല്ല എന്ന് മാത്രം കരുതിയാൽ മതി. വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച കൂടാതെ പാസാക്കാനുള്ള ഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഇവിടെ പലരും ചന്ദ്രബാബു നായിഡുവിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, വഖഫ് ബിൽ അവതരിപ്പിക്കാൻ ഉള്ള അനുമതി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ NDAയുടെ കോർ കമ്മിറ്റി പാസാക്കിയതിനു ശേഷം മാത്രമാണ് ബിൽ അവതരണത്തിന് തയ്യാറായത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിന്റെ അടക്കം എല്ലാ ഘടക കക്ഷികളുടെയും പരിപൂർണമായ പിന്തുണ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ലോക്സഭയും രാജ്യസഭയും കടക്കും എന്ന കാര്യത്തിൽ ഒരു ഭയവും NDAയ്ക്കില്ല, നരേന്ദ്രമോദിക്കില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നീട്ടിവെച്ചത്? ഈ ലോക്സഭയുടെ ഈ സമ്മേളനത്തിൽ നടക്കില്ല, അടുത്ത സമ്മേളനം വരെ നീണ്ടുപോകാനുള്ള കാരണം ഞാനൊന്ന് വ്യക്തമാക്കാം. അതായത് ഈ വിഷയം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCക്ക് വിടേണ്ട കാര്യമില്ല. ഗവൺമെന്റ് വിടാതെ ചെയ്ത ചില കാര്യങ്ങൾ പറയാം. JPCക്ക് വിടാതെ ചെയ്തത്, മുത്തലാഖ് കൊണ്ടുവന്നു, JPCക്ക് വിട്ടില്ല. അതുപോലെ തന്നെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു, JPCക്ക് വിട്ടില്ല. CAA കൊണ്ടുവന്നു, JPCക്ക് വിട്ടില്ല. ഇതൊക്കെ അതുപോലെ തന്നെ കർഷക ബില്ലുകൾ കൊണ്ടുവന്നു, JPCക്ക് വിട്ടില്ല. ഒറ്റയടിക്ക് അങ്ങ് നടപ്പാക്കി. പക്ഷെ വലിയ പ്രക്ഷോഭം ഉണ്ടായി, വലിയ പ്രതിഷേധം ഉണ്ടായി, വലിയ സമരം ഉണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉണ്ടായി. എന്നാൽ അതല്ലാതെ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കാം, അതുകൊണ്ട് JPCക്ക് വിടാം എന്നുള്ള ആ ഒരു നിർദ്ദേശം സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചത്. അതായത് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു സംശയവും വേണ്ടി വന്നില്ല, ഒരു നിമിഷം ആലോചിക്കാതെ, എന്ന് പറഞ്ഞാൽ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ശരി, JPCക്ക് വിട്ടേക്കാം. എന്താണ് JPC? നമ്മളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് അതിന്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ തരാം. JPC എന്ന് പറയുന്നത് 31 അംഗ കമ്മിറ്റിയാണ്. എല്ലാ JPC 31 വേണമെന്നില്ല, 21 എടുക്കാം. അതിൽ ഏറ്റവും വലിയ JPC എന്ന് പറയുന്നത് 31 ഈ 31-ൽ 20 MP-മാർ ലോക്സഭയിൽ നിന്നും 10 MP-മാർ രാജ്യസഭയിൽ നിന്നും വരും. കൂടാതെ ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ വരും. ഇവിടെ ജഗദാംബിക പാൽ എന്ന് പറയുന്ന ചെയർമാനാണ് വന്നിരിക്കുന്നത് ലോക്സഭയിൽ നിന്ന്. ഇനി JPCയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ഗവൺമെന്റ് അല്ല JPCയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. JPC പ്രഖ്യാപിച്ചാൽ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പ്രഖ്യാപിച്ചാൽ അതിന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിൽ അംഗസംഖ്യയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അംഗബലത്തിന്റെ ശതമാനം കണക്കെടുത്തിട്ട് 30-ലേക്ക് ചുരുക്കണം. ഇതൊരു പ്രധാന പോയിന്റാണ്, 30-ലേക്ക് ചുരുക്കണം. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം അംഗങ്ങളാണ് BJPക്കുള്ളത്, അതിന് ആനുപാതികമായിട്ട് ഈ 30-നകത്ത് BJP അംഗങ്ങളുടെ ശതമാനം വരും. കോൺഗ്രസിന് എത്ര പേരാണുള്ളത് അതിന്റെ എണ്ണത്തിന് ആനുപാതികം. ഇപ്പൊ കോൺഗ്രസിന് 100 പേരുണ്ട്. 543 അംഗ ലോക്സഭയില് ഈ പറഞ്ഞ തുകയും ഈ പറഞ്ഞ സംഖ്യയും 245 രാജ്യസഭയും കൂടി ചേർക്കുമ്പോൾ ഒന്നിച്ചു വരുന്ന സംഖ്യ, അതിന്റെ പെർസെന്റേജും ഈ ജയിച്ചു വന്ന കോൺഗ്രസ് MP-മാരുടെ പെർസെന്റേജും വെച്ചിട്ടാണ് എത്ര കോൺഗ്രസ് MP-മാരെ JPCയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത്. അത് രാജ്യസഭയിലും ലോകസഭയിലും. ഇങ്ങനെ വരുമ്പോൾ ഈ ശതമാനം കണക്ക് തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ കോൺഗ്രസിന് എത്ര MP-മാരുണ്ട്? ലോക്സഭ പ്ലസ് രാജ്യസഭ എന്ന് നോക്കുമ്പോൾ 100 ലോക്സഭയും 30 രാജ്യസഭയുമാണ് കോൺഗ്രസിനുള്ളത്. അപ്പൊ 130 ടോട്ടൽ.
ഇതുപോലെ ഓരോ പാർട്ടിയുടെയും എടുക്കും. അങ്ങനെ പാർട്ടിയുടെ എടുക്കുമ്പോൾ അതിനാനുപാതികമായിട്ട് BJP എംപിമാർ വരും, ലോക്സഭയിൽ നിന്നും വരും, രാജ്യസഭയിൽ നിന്ന് വരും. കോൺഗ്രസ് എംപിമാർ വരും, ലോക്സഭയിൽ നിന്ന് വരും, രാജ്യസഭയിൽ നിന്ന് വരും. തൃണമൂൽ കോൺഗ്രസിന്റെ വരും. ഇങ്ങനെ ഓരോ പാർട്ടികളുടെയും വരും. ഇങ്ങനെ വന്ന് വന്ന് എപ്പോഴാണോ ഇത് 30 ആകുന്നത് അപ്പോൾ അവിടെ സ്റ്റോപ്പാണ്. കാരണം 30 അംഗങ്ങളെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ചില പാവപ്പെട്ട ഗതികെട്ട പാർട്ടികളുണ്ട്. ഒരു MP അല്ലെങ്കിൽ ഒരു ലോക്സഭാ MP, ഒരു രാജ്യസഭാ MP, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പാർട്ടികൾക്ക് ഒന്നും കിട്ടുകയല്ല. അതുകൊണ്ടാണ് CPI പുറത്തുപോയി, CPM പുറത്തുപോയി, കേരള കോൺഗ്രസ് മാണി പുറത്തുപോയി, മുസ്ലിം ലീഗ് പുറത്തുപോയി. കാരണം അവർക്ക് ഒന്നും ഒന്നരയും പൊട്ടും പൊടിയൊക്കെ ഉള്ളൂ. അവർ ഈ 30-നകത്ത് കയറുകയല്ല. എന്നാൽ ഇവരെയും കൂടെ കയറ്റാൻ മേലെന്ന് ചോദിച്ചാൽ JPCയുടെ മെമ്പർഷിപ്പ് ഒരു 150 ആക്കേണ്ടി വരും. കാരണം ഒരു അംഗമുള്ള 20ഓളം രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭയിലുണ്ട്. ഇവരെ മുഴുവൻ കയറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഒരു ലിമിറ്റഡ് നമ്പർ വെച്ചിരിക്കുന്നത്. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 30 പ്ലസ് ചെയർമാൻ 31. ഇത് ക്ലിയർ ആണല്ലോ. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുക്കുന്നത് പാർലമെന്റാണ്. പാർലമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റോള് തീർന്നു. ഗവൺമെന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാം എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അവിടെ തീർന്നു. പിന്നെ ലോക്സഭാ സ്പീക്കറാണ് അല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷനാണ് അതാത് സഭകളിൽ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരി. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിയുടെയും പാർലമെന്ററി പാർട്ടി ലീഡറെ വിളിക്കും. ഇപ്പൊ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ വിളിച്ചിട്ട് പറയും 30 അംഗ JPCയിലേക്ക് ലോക്സഭയിൽ നിന്ന് നിങ്ങൾ എത്ര പേരെ ആരെയൊക്കെയാണ് തരുന്നത്, അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് ആരെയൊക്കെയാണ് തരുന്നത്, ലിസ്റ്റ് തരാൻ പറയും. അങ്ങനെ ലിസ്റ്റ് കൊടുക്കുന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരമാധികാരം ഈ കമ്മിറ്റിക്കാണ്. അതിൽ ഗവൺമെന്റിന് തലയിടാൻ പറ്റില്ല, അതിൽ സ്പീക്കർക്ക് തലയിടാൻ പറ്റില്ല, രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതിക്ക് തലയിടാൻ പറ്റില്ല. യാതൊരു അധികാരവുമില്ല. അത്രമാത്രം പവർഫുൾ ബോഡിയാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനത്തെയും പാർലമെന്റിന്റെ മുമ്പിൽ അവർ അവതരിപ്പിക്കണം. അതിൽ യാതൊരു വെള്ളം ചേർക്കാൻ പറ്റില്ല. അതിൽ റെസ്ട്രിക്ഷൻസും തടസ്സവാദങ്ങളും ഒന്നുമില്ല. നേരെ പാർലമെന്റിൽ കൊണ്ട് അവതരിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു MP ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ലോകസഭയിലും രാജ്യസഭയിലും കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് കേരളത്തിൽ നിന്ന്, പ്രിയങ്കയെ ജയിപ്പിച്ചത് കേരളത്തിൽ നിന്ന്, കോൺഗ്രസിന്റെ 3-ാം സ്ഥാനക്കാരനായിട്ട് നിൽക്കുന്ന, അതായത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന വേണുഗോപാൽ ജയിച്ചത് കേരളത്തിൽ നിന്ന്. പിന്നെ മഹാരഥന്മാർ മുഴുവൻ ഇവിടുന്നാണല്ലോ. ഇന്ത്യയിലെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ MPമാരുള്ള സംസ്ഥാനം കേരളം. എന്നിട്ട് പോലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വഖഫ് ബോർഡിന്റെ വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ 28 MPമാരുണ്ട്. സുരേഷ് ഗോപി ഒഴിച്ചാൽ ബാക്കി 28. ഈ 28 MPമാരില് ഒരാൾ പോലും വന്നില്ല എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ അട്ടിമറിയാണ്, ഒത്തുകളിയാണ്. ഇവർക്ക് ഇത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഹൈബി ഈഡനെ വെക്കണ്ടേ? കാരണം മുനമ്പം ഇഷ്യൂ കത്തി നിൽക്കുന്നിടത്ത് കോൺഗ്രസ് MP ആണല്ലോ. ഹൈബി ഈഡനെ വെക്കണ്ടേ? ഇനി ഹൈബി ഈഡനെ വെക്കണമെന്നില്ല, ആരെങ്കിലും വെക്കണ്ടേ? വെച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഘടന. ഈ ഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് അന്വേഷണം നടത്തും. ഈ അന്വേഷണം അവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. സംസ്ഥാനങ്ങൾ സന്ദർശിക്കാം, സ്ഥലങ്ങൾ സന്ദർശിക്കാം, ഡൽഹിയിൽ ഇരുന്ന് അന്വേഷണം നടത്താം, ഏത് രീതിയിലും അവർക്ക് ചെയ്യാം. ഉദ്യോഗസ്ഥന്മാരുടെ സഹായം തേടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരിപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൂടി, കഴിഞ്ഞ ദിവസം കൂടി. അങ്ങനെ കൂടിയപ്പോൾ അതിലെ പ്രതിപക്ഷ അംഗങ്ങൾ വളരെ വലിയ ബഹളം വെച്ചു. അവർ പറഞ്ഞു സമയം തികയുന്നില്ല. സർക്കാർ വളരെ തിടുക്കപ്പെട്ട് ഈ ശീതകാല സമ്മേളനത്തിൽ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തെളിവെടുക്കാൻ സമയം കിട്ടുന്നില്ല. ഇതിന് അഫക്റ്റഡ് ആയിട്ടുള്ള ഇരയായിട്ടുള്ള ആൾക്കാരുടെ അഭിമുഖം എടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാനും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ ഗവൺമെന്റ് അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് വാക്കൌട്ട് നടത്തി.
അതായത് പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. ആ വാക്കൌട്ട് നടത്തിയപ്പോഴാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജഗദാംബിക പാൽ പറഞ്ഞു, ശരി നീട്ടിവെച്ചേക്കാം, അതുകൊണ്ട് അടുത്ത സമ്മേളനം അവസാനിക്കുന്നത് വരെ നീട്ടിയേക്കാം, ഒരു 3 മാസം കൂടെ സമയം കിട്ടും, അതനുസരിച്ച് നമുക്ക് തെളിവെടുക്കാം, രാജ്യം മുഴുവൻ ചർച്ച നടക്കട്ടെ, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, സ്റ്റാൻഡുകൾ വ്യക്തമാക്കട്ടെ, അതുകൊണ്ട് നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നീട്ടിയപ്പോൾ ഇപ്പൊ വെട്ടിലായത് ആരാണ്? വെട്ടിലായത് കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. ചാടി പുറപ്പെട്ട് ഇപ്പൊ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞ് മുനമ്പത്ത് സമരത്തിന് ഇറങ്ങിയവരടക്കം വെട്ടിലായി. കാരണം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതിനെ വിശദീകരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞാൽ വയ്യ എന്ന് പറയാൻ പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷന് സാധ്യമല്ല. ചർച്ച നടക്കട്ടെ, ഇപ്പൊ ചർച്ച നടക്കുകയാണല്ലോ. അങ്ങനെ ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നത്തിലാകുന്നത് 2 പാർട്ടികളാണ്, ഒന്ന് കോൺഗ്രസ്, 2 CPM. കാരണം ഇവർ രണ്ടുപേരും അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കണം, നിലപാടുകൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ രേഖാമൂലം എഴുതി കൊടുക്കണം, വ്യക്തമായിട്ട് അവരുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിക്കണം, എന്നിട്ട് ആ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ ഉപയോഗപ്പെടുത്തുകയും തുടർന്ന് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും വേണം. അപ്പോൾ ഒളിച്ചോടാൻ പറ്റില്ല. മുനമ്പത്ത് നിന്ന് എങ്ങനെയെങ്കിലും തടി ഊരാൻ മതി എന്ന് വെച്ച് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇതിനിടയ്ക്ക് പിണറായിക്ക് വലിയൊരു അക്കടി പറ്റി. അതായത് പിണറായി ഒരു സാധനം കൊണ്ടുവന്നു, എന്താ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേരള സംസ്ഥാനം ഉണ്ടായ ആദ്യത്തെ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായത് ശബരിമല തീവയ്പ് കേസ്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അലമാരിയിൽ ഇരിപ്പുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഏറ്റവും അവസാനത്തെ കമ്മീഷൻ റിപ്പോർട്ട്, പള്ളിയുടെ ഭരണം ആര് നടത്തണം, ക്രിസ്ത്യൻ പള്ളികളുടെ സ്വത്ത് ആര് കൈകാര്യം ചെയ്യണം, ചർച്ച ആക്ട് പോലെയുള്ള കാര്യങ്ങൾ വേണോ വേണ്ടയോ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, രണ്ടും ഒരേ അലമാരിയിൽ ഇരിക്കുകയാണ്. ടൺ കണക്കിന് 100 കണക്കിന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ കൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരൊറ്റ അന്വേഷണ കമ്മീഷന്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? ആ ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ? അതായത് ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചവറ്റുകൊട്ടയിൽ എറിയുക എന്നുള്ളത് മലയാളത്തിൽ പറയുന്നതിന് പകരം ജുഡീഷ്യൽ എൻക്വയറി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില വാക്കുകളുണ്ട് കേരളത്തിൽ. അതായത് തെണ്ടി തിന്നുക എന്ന് മലയാളത്തിൽ പറയുന്ന മോശമായതുകൊണ്ട്, ചൂത് കളിക്കുക എന്ന് പറയുന്ന മോശമായതുകൊണ്ട് അതിന് ലോട്ടറി എന്ന് ഇംഗ്ലീഷ് വിളിക്കും എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ചവറ്റുകൊട്ടയിൽ കളയുക എന്നുള്ളതാണ് ഈ ജുഡീഷ്യൽ എൻക്വയറി. ജനത്തിന്റെ കണ്ണിൽ മണ്ണിടുന്ന പരിപാടിയാണ്. ഇന്നലെ ഞാൻ മുനമ്പം സമരത്തിന്റെ നേതാക്കളുമായിട്ട് ഒന്നിച്ച് വേറൊരു ചാനലിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ വന്നിരിക്കുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് കരമടയ്ക്കാനുള്ള അവകാശം മേടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കരമടയ്ക്കാനുള്ള അവകാശം മേടിച്ചു തന്നാൽ വല്ല കാര്യമുണ്ടോ? വീട് വെച്ചാൽ പൈസ കിട്ടില്ല, അത് ബാങ്ക് പിടിക്കില്ല, യാതൊരു വിധത്തിലും അതിനുമേലെ യാതൊരു അവകാശവാദവുമില്ല, വീതം വെച്ച് കൊടുക്കാൻ പറ്റിയല്ല, മക്കൾക്ക് അനന്തരാവകാശമായിട്ട് കൊടുക്കാൻ പറ്റിയല്ല, ഒന്നും ചെയ്യാൻ പറ്റിയല്ല, കരമടയ്ക്കാൻ മാത്രം പറ്റും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ കൊല വെട്ടിയ വാഴയുടെ മണ്ട എനിക്ക് കിട്ടിയെന്ന് പറയുന്ന പോലെയുള്ള വിജയം മാത്രമാണ് ഇപ്പോ മുനമ്പം സമരക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇത് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് കൊടുത്ത മുട്ടാൻ പണിയാണ്. നീയൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്യേ, എന്നിട്ട് ഈ കാര്യങ്ങളെ നെല്ലും പതിരും ഒന്ന് വേർതിരിക്കെ, ആരാണ് കുറ്റക്കാരെന്നുള്ളത് നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ആപ്പിലായത് ആപ്പ് മുതൽ മുസ്ലിം ലീഗ് വരെയുള്ള പാർട്ടികളാണ്. അവർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഇതാണ് ഇതിനകത്ത് നടന്നിരിക്കുന്ന സത്യാവസ്ഥ. സാർ, നമ്മൾക്കറിയാം മറ്റൊരു ആരോപണമാണ് BJP ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം കൊയ്യുന്നു. വലിയ കൊയ്ച്ചിലാണ് ഇവിടെ കൊയ്തെടുക്കുകയാണ് ഇവിടെ വലിയ കൊയ്ത്. എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണോ BJP വഖഫ് വെച്ചുകൊണ്ട്? ഇപ്പോ BJP ചിന്തിക്കാത്ത ഒരു കാര്യം BJP ചെയ്തു എന്ന് പറഞ്ഞ് BJPയുടെ തലയിലേക്ക് കിരീടം വെക്കുന്ന പോലെ വെച്ചു കൊടുക്കുന്ന മണ്ടന്മാരാണ് ഈ ആരോപണം പറയുന്നത്. BJP ഇതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നു എന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾ നിഷേധിക്കൊന്നുമില്ല. അതെന്നേ, BJP ഇതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുക തന്നെ ചെയ്യും. കാരണം ഇത്രയും കാലം നിങ്ങൾ കൊയ്തല്ലോ. ഏതാ? കർഷക സമരത്തിന് കൊയ്തു, CAA വന്നപ്പോ കൊയ്തു, എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കൊയ്യാം. നിങ്ങൾ തന്നെയാണല്ലോ ആ മുദ്ര ചാർത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, രാഷ്ട്രീയ ലാഭം കൊയ്യും. ധൈര്യം ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കൊയ്തോ. നമുക്ക് ആർക്കാ കൂടുതൽ നെല്ല് കിട്ടുന്നത് അവസാനം അളന്ന് നോക്കാം.
ഇത്രേ അതിന് പറയാനുള്ളൂ. മറ്റൊന്നാണ് സർ ബദൽ ബദൽ, അതായത് ഇപ്പൊ മുനമ്പംകാർക്ക് വേറൊരു സ്ഥലത്ത് സ്ഥലം കൊടുക്കുക, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് അജണ്ടയൊക്കെ ഇതിന്റെ പിറകില്, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം. അതായത് മുനമ്പംകാർക്ക് കാസർഗോഡ് കൊടുക്കുക, അല്ലെ വേറെ എവിടെയെങ്കിലും കൊടുക്കുക. ഇനി ഉയർന്നു വരുന്ന സ്ഥലക്കാർക്കൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയ പ്രകാരം സ്ഥലം കൊടുക്കുക എന്നത് പിണറായി വിജയന്റെ ഒരു അജണ്ടയിലെ ഒരു ആയുധമായി നമ്മൾ കണ്ടു. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് സർ? അത് അതായത് റിയൽ എസ്റ്റേറ്റ് വില കൂടിയപ്പോഴാണല്ലോ ഈ മുനമ്പം പ്രശ്നം ഉണ്ടായത്. വെള്ളവും ചെളിയുമായിട്ട് കടലെടുത്ത് മൂന്നിൽ രണ്ട് ഭാഗം കടലും കൊണ്ടുപോയി ബാക്കി ചതുപ്പ് നിലമായിട്ട് കിടക്കുന്ന കാലത്ത് ആർക്കും വേണ്ടായിരുന്നല്ലോ മുനമ്പം. 404 ഏക്കർ വഖഫ് ബോർഡ് ഒന്നും വേണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ വേണമെന്നായത്? ഇപ്പം മുനമ്പത്തിന് ഭയങ്കരമായ മാർക്കറ്റ് വാല്യൂ വന്നു. കൊച്ചിയുമായിട്ടും അതുപോലെ തന്നെ പുതിയ തുറമുഖം വിഴിഞ്ഞവുമായിട്ടുമുള്ള ദൂരത്തിന്റെ ഒക്കെ അളവിൽ നോക്കുമ്പോൾ വലിയ മാർക്കറ്റ് വാല്യൂ വന്നു. മറ്റൊന്ന്, അതിന്റെ ടൂറിസം വാല്യൂ കൂടി. ഇങ്ങനെ കണക്ടിവിറ്റി കൂടി, അതായത് എയർപോർട്ട്, റെയിൽവേ, ഹൈവേ, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ആ പറയുന്ന സ്ഥലത്തിന് ഭയങ്കരമായിട്ടുള്ള വാല്യൂ വന്നു. അതായത് സെന്റുകൾക്ക് കോടികൾ വില വരുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോൾ മാത്രമാണ് വഖഫ് ഉണർന്നത്. അപ്പോഴാണ് ക്ലെയിം വന്നത്. ഇതിനു മുമ്പ് കൊടുത്തില്ലല്ലോ. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് ഇന്ത്യ സ്വതന്ത്രമാണല്ലോ. 75 കൊല്ലമായിട്ട് ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടല്ലോ. ഇതുവരെ ഇല്ലാത്ത ഡിമാൻഡ് ഇപ്പൊ എന്താ വന്നത്? അപ്പൊ അതിന്റെ പിന്നിൽ വമ്പൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പറ്റിച്ച് കാക്കാമാർക്ക് ഈ സ്ഥലം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതിനവർ പറയുന്നത് എന്താണ്? 404 ഏക്കർ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഇവിടെ 100-100 ചില്ലുവാന ഏക്കറല്ലേ ഉള്ളൂ. ബാക്കി 300 ഏക്കർ കടലെടുത്തോണ്ട് പോയില്ലേ? ആ കടൽ കൊണ്ടുപോയതും കൂടെ ഞങ്ങൾ തരാം. എവിടെ തരാം? കാസർഗോഡ് തരാം, അല്ലെങ്കിൽ ഇടുക്കി തരാം, അല്ലെങ്കിൽ വയനാടിന്റെ മലയുടെ മണ്ടേ തരാം. ഈ ഭൂമി ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബിഷപ്പുമാരുമായിട്ട് ഈ പറഞ്ഞ തങ്ങളുമാര് ഒത്തുതീർപ്പുണ്ടാക്കും എന്നാ പറഞ്ഞത്. ആരാ ഈ തങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കാൻ? ആരാ ഈ ബിഷപ്പ് ഒത്തുതീർപ്പുണ്ടാക്കാൻ? ഇത് ബിഷപ്പും തങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് ഈ രാജ്യത്തിന്റെ പരമാധികാരവും അതിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് അവിടെ ആരെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താമെന്ന് വ്യാമോഹിക്കേണ്ട. അത് ഏത് തങ്ങളുപ്പാപ്പ വന്നാലും അത് നടക്കില്ല. അതിൽ ഏത് ആർച്ച് ബിഷപ്പല്ല, അതിന് കർദിനാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതും നടക്കാൻ പോകുന്നില്ല. ആ തീരുമാനം എടുക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. അത് നിയമ ഭേദഗതിയോടുകൂടി വളരെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ സാധനത്തിന്റെ പേര് തന്നെ എടുത്തു കളയും. ഏത്? ഈ വഖഫ് ബോർഡിന്റെ പേര് മുതൽ മാറ്റാനാണല്ലോ നിർദ്ദേശം വന്നിരിക്കുന്നത്, ഭേദഗതി വന്നിരിക്കുന്നത്. ആ ഭേദഗതി നിർദ്ദേശം നടപ്പാകുമ്പോൾ ഈ പറയുന്ന കള്ളക്കളികളൊക്കെ അസ്തമിക്കും. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മോഹവുമായിട്ട് ഇതിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. സർ, നമ്മൾ കണ്ടതാണ് മാറാട് കലാപം അടക്കമുള്ള ഈ കടലോര മേഖലകൾ പിടിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ എന്ന് പറയുന്നില്ല, ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും ഇസ്ലാമിക ജിഹാദികളായാലും ഇവർ നടത്തുന്ന ഈ ഒരു ശ്രമം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത് ഏതൊരു ജില്ലയിലെടുത്ത കടലോര വരുന്ന ഏത് ജില്ല എടുത്താലും അവിടെ കാണാൻ പറ്റും. ഇതുകൊണ്ട് ഇവരെന്താണ് സർ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, മാറാടായാലും തിരുവനന്തപുരത്തായാലും എവിടെ നോക്കിയാലും ഇപ്പൊ മുനമ്പം വരെ കടലോരമാണ് എന്നുള്ളതാണ്. ഇത് പിടിച്ചെടുക്കുന്നതിലൂടെ ഇവർ നടത്തുന്ന ഒരു ഗൂഢ ലക്ഷ്യം അതുകൂടി പച്ചയ്ക്ക് പറയേണ്ടതല്ലേ സർ? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് സമൂഹത്തില് അത് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. കേരളത്തിന്റെ കടൽ തീരം ആകെ അളന്നു നോക്കുകയാണെങ്കിൽ 650-ലധികം കിലോമീറ്റർ നീളം വരും. ഞാൻ ചോദിക്കുന്നു, 650 കിലോമീറ്ററിലധികം നീളം വരുന്ന കേരളത്തിന്റെ കടൽ തീരം ആരുടെ കൈവശമാണ്? മഹാഭൂരിപക്ഷം, ഏതാണ്ട് ഞാൻ അറിയുന്നിടത്തോളം 70% കൂടുതൽ ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലാണ്. 44 നദികളുള്ള കേരളത്തിന്റെ 44 നദികളുടെ 2 കരകൾ എന്ന് പറഞ്ഞാൽ 88 കരകൾ ആരുടെ കൈവശമാണ്? ഇനി കേരളത്തിലെ ആകെ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, നഗരപ്രദേശത്തിന്റെ എണ്ണം എടുത്തു നോക്കൂ. അവിടെ പ്രവർത്തിക്കുന്ന കടകളുടെ എണ്ണം എടുത്തു നോക്കൂ. ആരുടെ കയ്യിലാണ്? ഇതൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ കേവലം 33% മാത്രമുള്ള ഇസ്ലാമിക ജനസംഖ്യ കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെയും കേരളത്തിന്റെ നഗരപ്രദേശത്തിന്റെയും കേരളത്തിലെ നദീതീരങ്ങളുടെയും 70%-ലധികം കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ. അതുപോലെ തന്നെ ഈ ഖജനാവിൽ നിന്ന് പണം പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ, LDF ഭരിച്ചാലും അത് UDF ഭരിച്ചാലും, ഇതൊക്കെ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം മറ നീക്കി പുറത്തു വരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതേ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കക്ഷത്തിലാണ് ഒരു കക്ഷത്തിൽ കോൺഗ്രസും മറ്റേ കക്ഷത്തിൽ CPM. അവരുടെ രണ്ടുപേരുടെയും തല ഇവരുടെ കക്ഷത്തിലാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ മുനമ്പം വിഷയം വരുമ്പോ എന്താണ് സത്യത്തിൽ വിഷയം? 33% വരുന്ന ന്യൂനപക്ഷ സംഘടിത വോട്ട് ആയിട്ടുള്ള മുസ്ലിമിന്റെ കൂടെ നിൽക്കണം, 19% സംഘടിത വോട്ടുള്ള ക്രിസ്ത്യാനിയുടെ കൂടെ നിൽക്കണം. അവർ കൃത്യമായിട്ട് തീരുമാനമെടുത്തു. CPM-ഉം അതായത് LDF-ഉം UDF-ഉം തീരുമാനമെടുത്ത് 140 പേര് ഒന്നിച്ച് കൈപൊക്കി 33% വോട്ട് ബാങ്ക് ഉള്ള മുസ്ലിമിന്റെ കൂടെ നിന്നാൽ മതി, 19% ക്രിസ്ത്യാനി ഏത് കടലിൽ ചാടി ചത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിയുടെ ഭാഗത്തുനിന്ന് ജയിച്ചു വന്ന 30 MLA-മാരും 8 MP-മാരും ഇവര് പറയുന്നിടത്ത് ഒപ്പിടാൻ ഇന്ന് തയ്യാറാണ്. കാരണം അവന്റെ തല ഇവന്റെ കക്ഷത്തിലാണ്. അപ്പോ പള്ളി പോകും, കുർബാനയും കൈക്കൊള്ളും, തിരിച്ചു വന്നിട്ട് ഇവിടെ നിസ്കരിക്കുന്നവന് വേണ്ടി നിസ്കാരപ്പായയുടെ പുറകിൽ, ഇപ്പോ ബൈജുവിന്റെ ഭാഷയെ പറഞ്ഞാൽ ഏതാണ്ട് പൊക്കിപ്പിടിച്ചെന്റെ ആളിൽ ഇവര് പ്രാർത്ഥിക്കുന്നു. അപ്പോ ആ പൊക്കിപ്പിടിക്കുന്നതിന്റെ കീഴെ വന്ന് മുട്ടയെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി നാണമുണ്ടോ ഇവന്? ഇവനൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ തങ്കേടമായിട്ട് എന്ന് പറയട്ടെ, ഞങ്ങളെ കൊണ്ട് പറ്റിയാലേ കൈവെക്കാന്ന് പറയണ്ടേ? ഇവിടെ പൊക്കാൻ പറ്റിയാലേ പാർലമെന്റിൽ പൊക്കാതിരിക്കണ്ടേ? അപ്പോ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യും, കുരിശും വരയ്ക്കും. എന്നിട്ട് ഇങ്ങേപ്പുറത്ത് വന്ന് ദുആ ചൊല്ലുന്നവന്റെ ആസനത്തിന് കീഴെ മുട്ടുകുത്തി നിൽക്കുന്ന ദയനീയമായിട്ടുള്ള ക്രിസ്ത്യാനി. അപ്പോ ഇത്ര നാണം കെട്ട ഒരവസ്ഥ കേരള ക്രിസ്ത്യാനിക്ക് വന്നിട്ടുണ്ടോ? ആരാ? 30 ക്രിസ്ത്യൻ MLA-മാരും 8 ക്രിസ്ത്യൻ MP-മാരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനി, കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനി, കുർബാന കൂടുന്ന ക്രിസ്ത്യാനി ആർജവമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറയണം, പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് 4 പൊട്ടീര് വെച്ച് കൊടുക്കണം. ഇവനെയൊക്കെ പരസ്യമായിട്ട് വഴി വെച്ച് ഈ 30 MLA-യും ചാട്ടവാറിന് അടിക്കണം. യേശുദേവൻ പണ്ട് അടിച്ചിട്ടുണ്ടല്ലോ. യേശുദേവൻ പണ്ട് പള്ളിക്കകത്തുനിന്ന് ഈ കപട പുരോഹിതന്മാരെ വലിച്ചിറക്കി ചാട്ടവാറിന് അടിച്ചതാണെങ്കിൽ ആ യേശുദേവന്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാർ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഈ 30 MLA-ക്ക് ഇട്ടും കൊടുക്കണം, ഈ 8 MP-ക്ക് ഇട്ടും കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനൊക്കെ ക്രിസ്ത്യാനിയാണ് നമുക്ക് സമ്മതിക്കാം. അല്ലാതെ പിന്നെ എന്തോന്ന് ക്രിസ്ത്യാനി? അപ്പോ ക്രിസ്ത്യാനിയുടെ മാറ്റൊരച്ച് നോക്കുന്ന സമരമാണ് ഈ മുനമ്പം സമരം. മാറ്റൊരച്ച് നോക്കുന്ന വിഷയമാണ് ഈ പറഞ്ഞ വഖഫ് വിഷയം. ഇപ്പൊ നമുക്കറിയാം സാർ, മറ്റൊരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉള്ളൊരു പ്രചാരണമാണ്, അതായത് ഹിന്ദുക്കളുടെ ഭൂമി പോലും പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന BJP അതല്ലെങ്കിൽ നരേന്ദ്രമോദിജി ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ക്രിസ്ത്യൻസിന്റെയോ മറ്റുള്ളവരുടെ ഭൂമി പോകുന്നത് കൊണ്ട് മാത്രമല്ല, ഈ ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അത് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ശരിയാക്കി കളയും എന്നുള്ള രീതിയിലൊക്കെ ക്രിസ്ത്യൻസ് തന്നെ പ്രചാരണം കൊടുക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഹിന്ദുക്കളുടെ ഭൂമി മാത്രമാണോ ഇവിടെ പോകുന്നത്? അല്ല, വളരെ എവിഡൻസോട് കൂടി എനിക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ വഖഫ് ബോർഡിന്റെയും വഖഫ് ട്രിബ്യൂണലിന്റെയും കൈവശം ഇന്ന് കിട്ടിയിരിക്കുന്ന പരാതി, ആ പരാതിയില് 42,300-ൽ പരം പരാതികളാണ് വന്നിരിക്കുന്നത്. 42,300-ൽ പരം പരാതികൾ. പരം എന്ന് ഞാൻ പറയാൻ കാര്യം ഉണ്ടെന്നറിയാം, കൃത്യം ഒരു നമ്പർ പറഞ്ഞാൽ തെറ്റിപ്പോവും. മണിക്കൂർ തോറും ഇത് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഫയൽ ചെയ്ത കണക്ക് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തെറ്റും. അതുകൊണ്ടാണ് കൃത്യം പറയാത്തത്. ഈ ഇതുവരെ ഫയൽ ചെയ്ത കേസുകളിൽ 43,000-ലധികം കേസുകളിൽ 40,000-ൽ പരം കേസുകളും മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസാണ്. ആർക്കെതിരെ? വഖഫ് ബോർഡിനെതിരെ. അതിൽ വഖഫ് ബോർഡ് മെമ്പർമാർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് തന്നെ 22,000-ലധികം പേഴ്സണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന കേസുകളും ഉണ്ട്. എന്ന് പറയുമ്പോൾ ആരുടെ ഭൂമിയാണ് തട്ടിയെടുത്തത്? മുസ്ലിമിന്റെ ഭൂമിയാണ് തട്ടിയെടുത്തത്. എന്താണ് വഖഫ്? അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമി. എന്തിനാണ് അള്ളാഹുവിന് ഭൂമി സമർപ്പിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവാലയം നിർമ്മിക്കാൻ, ആതുരാലയം നിർമ്മിക്കാൻ, വിദ്യാലയം നിർമ്മിക്കാൻ, ശ്മശാനം നിർമ്മിക്കാൻ, അതുപോലെയുള്ള മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇതിനു വേണ്ടിയാണ്. ഇതെന്തിനാണ്? ഇത് പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉന്നമനത്തിന് വേണ്ടി. വഖഫിന്റെ നിർവചനത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 40,000 മുസ്ലിങ്ങൾ തന്നെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ എറണാകുളം നഗരത്തിന്റെ നടുക്ക് തോപ്പുംപടി എന്ന് പറയുന്ന പ്രദേശത്ത് സേട്ടുവിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് അവരുടെ അനന്തരാവകാശികൾക്ക്, മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ല. മക്കളായപ്പോഴത്തേക്കും കിട്ടിയില്ല, വഖഫ് ചെയ്തു പോയി എന്നാ പറയുന്നത്. ഈ മുസ്ലിം കുടുംബങ്ങൾക്കകത്ത് നടക്കുന്ന അതിഭീകരമായ ഒരു കൊള്ളയുണ്ട്. അതായത് മക്കൾക്ക് സ്ഥലം വീതം വെച്ച് കൊടുക്കുക. നിർബന്ധമായിട്ട് സ്ഥലം വീതം വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ നിർബന്ധിതമായി
പിതൃസ്വത്ത് അല്ലെ മാതൃസ്വത്ത് പിടിച്ചെടുത്തു കൊണ്ടുപോയ മക്കള് നീ അങ്ങനെ അനുഭവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സ്വത്ത് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് അത് വഖഫും കൂടെ ചെയ്യും എന്ന് പറഞ്ഞാൽ നീ അത് തിന്നണ്ട എന്താ അതിന്റെ അർത്ഥം. ഇങ്ങനെ കുടിപ്പക തീർക്കാനും പരസ്പരമുള്ള പക വീട്ടാനും വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ളിടത്താണ് ധാരാളം കേസുകൾ ഇപ്പം നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ, കുട്ടികളുടെ കണ്ണീരിന്റെ, രോഗികളുടെ, ദരിദ്രരുടെ കണ്ണീരിന്റെ വിലയാണ് വഖഫിന്റെ ഭൂമി. ഈ വഖഫിന്റെ ഭൂമി അവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഓർക്കണം, ഇത് കർണാടകക്കാരനായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ഖാൻ ഉണ്ട്. അദ്ദേഹം 2012 മുതൽ 14 വരെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള അന്നത്തെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി മുന്നോട്ട് വെച്ച 15 ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഇതിനെ എതിർക്കാൻ പറ്റില്ല. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ പറയട്ടെ, ഈ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. അന്ന് കോൺഗ്രസ് അത് നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കിയാൽ വോട്ട് ബാങ്ക് പേടിയാ. പക്ഷെ പേടിയില്ലാത്തത് കൊണ്ട് BJP ഇത് നടപ്പാക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ മറ്റൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ആരോപണമാണ് സാർ. അതായത് നരേന്ദ്രമോദിജി 2014 വന്നതിന് ശേഷം ഈ വഖഫ് ആക്ട് സ്ട്രോങ് ആക്കണം, അതായത് ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ചോർച്ച വന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഇപ്പം ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദിജിക്ക് ആ മൃഗീയ ഭൂരിപക്ഷം 400 മുകളിൽ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ മുന്നണിയുടെ ആ ഒരു പ്രവർത്തനം മൂലം കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇസ്ലാമിക ധ്രുവീകരണം വരുത്തിക്കൊണ്ട്, അതിന് വർഗീയ ധ്രുവീകരണം വരുത്തിക്കൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ വേണ്ടി മാത്രമാണ് പെട്ടെന്ന് കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് നരേന്ദ്രമോദിജി എടുത്ത ഒരു നിലപാട് ഇതായിരുന്നില്ല എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് സത്യമാണോ സാർ? ഒരിക്കലും സത്യമല്ല. കാരണം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോയെന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ മുൻഗണനാ ക്രമത്തിൽ അച്ചടിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചതാണ്. അതിൽ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് രാമക്ഷേത്ര നിർമ്മാണമാണ്, അതിന്റെ തടസ്സങ്ങൾ നീക്കും. നിർമ്മാണമല്ല, തടസ്സങ്ങൾ നീക്കും, രാമക്ഷേത്രം ഉണ്ടാവട്ടെ. നമ്പർ 1 അത് ചെയ്തു. നമ്പർ 2 370-ാം വകുപ്പ് എടുത്ത് കളയും, അത് ചെയ്തു. നമ്പർ 3 മുത്തലാഖ് നിരോധിക്കും, അത് ചെയ്തു. നമ്പർ 4 CAA നടപ്പാക്കും, അത് ചെയ്തു. അങ്ങനെ പ്രകടന പത്രികയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്പർ 1, 2, 3, 4 പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് താമസിച്ചത്. അല്ലാതെ ഇതിൽ മറ്റ് യാതൊരു ഉദ്ദേശവുമില്ല. നമ്പർ ഇട്ട് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയബന്ധിതമായ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം സാറേ, 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റുകൊടുത്ത യേശുദേവനെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മളെല്ലാവരും ഏത് കുഞ്ഞിനും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ കേരളത്തിൽ മാത്രം എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ ഈ രാഷ്ട്രീയ അവസ്ഥയ്ക്കനുസരിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാ പുരോഹിതർ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ RSSനെയും BJPയും ഒക്കെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതിലും വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇന്ന് അതിൽ ചില സഭകളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് അത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നറിയാം. എന്നിരുന്നാലും ഇവരിലുള്ള ഈ യൂദാസുകൾ ഇവർ എത്രത്തോളം ആയിരിക്കും സർ നാളെ ഇവരുടെ അവസ്ഥ? അതല്ലെങ്കിൽ സ്വന്തം ശവക്കുഴി, അതല്ലെങ്കിൽ ശവപ്പെട്ടിക്ക് ആണിയടിക്കൽ, എങ്ങനെയായിരിക്കും ഇവരത് പൂർത്തീകരിക്കുക? ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വളരെ ആഴത്തിലുള്ള ഒരു പഠനത്തിന് വിധേയമായിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല ക്രൈസ്തവ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഞാനൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ബൈജു സംസാരിക്കുന്നതിനേക്കാൾ ആധികാരികമായി വഖഫ് നിയമം പഠിച്ചിട്ടുണ്ട്, ഭേദഗതി പഠിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, ചാനലിലിരുന്നും അല്ലാതെയും സംസാരിക്കുമ്പോൾ എനിക്കിത് ബോധ്യമായിട്ടുണ്ട്. കാരണം അവരത് പഠിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള, അതായത് രാജ്യത്ത് 2.5% മാത്രമുള്ള ക്രൈസ്തവരുടെ നിലനിൽപ്പ് സംരക്ഷിക്കേണ്ടത് അവരുടെ മത മേധാവികളുടെ ചുമതലയാണ്. അതുകൊണ്ട് അവരിത് പഠിച്ചു നോക്കിയപ്പോൾ ഇവിടുത്തെ ഭരണഘടനയ്ക്കോ ഇവിടുത്തെ കോടതിക്കോ ഇവിടുത്തെ പാർലമെന്റിനോ മുകളിൽ അധികാരമുള്ള ഒരു സ്ഥാനം വഖഫ് ബോർഡ് വഹിക്കുകയും 4.5 ലക്ഷം ഏക്കർ ഭൂമി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 9.5 ലക്ഷം ഏക്കർ ഭൂമിയായിട്ട് വർദ്ധിക്കുകയും ഇന്ത്യൻ പാർലമെന്റ് സഹിതം വഖഫ് ബോർഡാണ് അതിന്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുകയും ഡൽഹി നഗരമധ്യത്തിൽ 250 പ്ലോട്ടുകൾ, ഗവൺമെന്റ് പ്ലോട്ടുകൾ വഖഫ് നോട്ടീസ് അയക്കുകയും ഡൽഹി സംസ്ഥാനത്തിന്റെ 77% വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും മുനമ്പമടക്കം കേരളത്തിലെ പല പള്ളികളും ക്ഷേത്രങ്ങളും അവരുടെ സ്വത്തുക്കളും ഇന്ത്യ മുഴുവനുള്ള വലിയ ലിസ്റ്റിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ സഭാ നേതൃത്വം ആശങ്കപ്പെടുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം
അവർക്ക് ജനസംഖ്യയിൽ 2.5% ഉള്ളൂ. അവരുടെ സ്വത്തുക്കൾ എന്നൊക്കെ പറയുന്നത് കണ്ണായ പ്രദേശത്താണ് കിടക്കുന്നത്. അതായത് ഇന്ത്യയിലെ നഗരങ്ങളിലെ എല്ലാ ഭൂമി എടുത്ത് നോക്കൂ. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. കേരളത്തില് ഗവർണറുടെ ഭൂമി മുതൽ, ഗവർണറുടെ രാജ്ഭവൻ മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയുള്ള നഗരഹൃദയം എടുത്താൽ മഹാഭൂരിപക്ഷം ഭൂമിയും ക്രൈസ്തവ സഭകളുടേതാണ്. അത് കോളേജിന്റെ പേരിലായിരിക്കാം, പള്ളിയുടെ പേരിലായിരിക്കാം, മറ്റേ അരമനയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ സെമിനാരിയുടെ പേരിലായിരിക്കാം, എന്തായാലും ആയിക്കോട്ടെ, എന്തൊരു ഇപ്പം YMCA ആയിരിക്കാം, എങ്ങനെയാണേലും ഇതൊക്കെ അവർക്ക് പേടിയുണ്ട് നാളെ വക്കഫാകുമോ ഇല്ല എന്ന്. വക്കഫാണെന്നൊരു ഒറ്റ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ നഗരമധ്യയിൽ കിടക്കുന്ന ഭൂമിയെല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രം BJPയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് അല്ല BJP കണക്കാക്കുന്നത്. ഏറ്റവും അധികം ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് ഗവൺമെന്റിനെതിരെ കൂടിയാണ്. പിന്നെ നഗ്നമായ നിയമലംഘനം. കർണാടകത്തിലെ ഞാൻ പോയപ്പോൾ അവിടെ കണ്ടത് 29,000 ഏക്കർ ഭൂമി കൊമേഴ്ഷ്യൽ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. വക്കഫ് ഭൂമി ഒരിക്കലും കൊമേഴ്ഷ്യൽ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് നിയമം അനുസരിച്ച്. പക്ഷെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറിച്ചു വിട്ടിരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടം ക്രൈസ്തവർക്കാണ് സംഭവിക്കുക. എന്നാൽ ഇത് മനസ്സിലാക്കി സ്വന്തം അണികളെ ബോധവൽക്കരിച്ച് കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്ന നിലപാട് മഹാഭൂരിപക്ഷം സഭകളും സഭാ അധ്യക്ഷന്മാരും കൈക്കൊണ്ടിട്ട് പോലും ചില സഭകളും ചില സഭകളുടെ അധ്യക്ഷന്മാരും ഇന്നും ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം നടിക്കുകയും കോൺഗ്രസിന്റെ കൂടെ CPMന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഇവർക്കെതിരെ ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അമർഷം ഉരുണ്ടുകൂടുന്നുണ്ട്. അത് നാളെ പുകഞ്ഞു കത്തുകയും പൊട്ടിത്തെറിയായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആ സഭകളും ആ അധ്യക്ഷന്മാരും സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് അതവർ സ്വയം മനസ്സിലാക്കാനുള്ള അവസരം കൂടി ആയിരിക്കാം ഈ ബില്ല് നീട്ടിവെച്ച അത്രയും സമയം. ഏതായാലും കാത്തിരുന്ന് കാണാം. സർ, മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മുസ്ലിം ഭീകര സംഘടന. അത് നിരോധിക്കുന്നതിന് മുൻപ് അതിനുശേഷവും ഒക്കെ നമ്മളെ ഇവിടുത്തെ ഇന്റലിജൻസ് അടക്കമുള്ള ആളുകൾ കണ്ടെത്തിയതാണ് ഇവരുടെ 2047 ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കുക എന്ന ഒരു ലക്ഷ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രം പിടിച്ചെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നെഹ്റു എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ചെയ്ത വലിയൊരു ചതിയാണ് എന്നുള്ളത് എന്റെ ഭാഷയിലാണ്, സാറിന്റെ ഭാഷയിലല്ല. വലിയൊരു ചതിയാണ് ഈ വഖഫ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഈ ചതി നിലനിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാരതത്തിന്റെ പട്ടാളത്തെ കീഴടക്കാൻ പറ്റില്ല, ഭാരതത്തിന്റെ 2ാം നിരയായിട്ടുള്ള RSS എന്ന് പറയുന്ന സൈന്യത്തെ കീഴടക്കാൻ പറ്റില്ല, ഭാരതത്തിന്റെ ഈ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെ കീഴടക്കാൻ പറ്റില്ല. അങ്ങനെ അവസാനം വരികയാണെങ്കിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഈ മുസ്ലിം ഭീകര നിയമം വെച്ച് ഈ ഭാരതത്തെ കീഴടക്കാൻ പറ്റുമായിരുന്നു എന്ന് നരേന്ദ്രമോദിജി വന്നില്ലായിരുന്നെങ്കിൽ ആകുമായിരുന്നു എന്ന് സംശയിച്ചാൽ അത് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. വളരെ വ്യക്തമായ അജണ്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു. അതായത് സത്യത്തിൽ മതത്തിന്റെ പേരിൽ മാത്രമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്, വേറൊരു കാര്യത്തിന്റെ പേരിലും അല്ല. ഇസ്ലാമിന് സ്വന്തമായ രാജ്യം വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വപൂർണമായ മനസ്സുകൊണ്ട് ഇന്ത്യ വഖഫ് ചെയ്ത് കൊടുത്ത ഭൂമിയാണല്ലോ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ്. ഇത് രണ്ടും കൊടുത്തു. എന്നിട്ട് ബാക്കി നിൽക്കുന്നവര് ഇവിടെ ഈ വഖഫ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പാകിസ്ഥാനിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, പാഴ്സികളുണ്ടായിരുന്നു, ബുദ്ധനുണ്ടായിരുന്നു. അടിച്ചോടിച്ചു എല്ലാവരെയും. അവരുടെ ഭൂമി പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഭൂമി പാകിസ്ഥാൻ ഗവൺമെന്റ് എന്താ ചെയ്തത്? മുസ്ലിങ്ങൾക്ക് വീതം വെച്ച് കൊടുത്തു. എന്നാൽ അതേസമയം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി 4.5 ലക്ഷം ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് ഹിന്ദുവിന് കൊടുത്തില്ല, സർക്കാർ ഏറ്റെടുത്തതുമില്ല, മറിച്ച് വഖഫിന് കൊടുത്തു. അങ്ങനെ നെഹ്റുവിന്റെ കാലത്ത് 4.5 ലക്ഷം ഉണ്ടായിരുന്നത് ഇന്ദിരയുടെ കാലത്ത്, രാജീവിന്റെ കാലത്ത്, നരസിംഹറാവുവിന്റെ കാലത്ത്, സോണിയയുടെ കാലത്ത് വന്നപ്പോഴത്തേക്കും 9.5 ലക്ഷം ഏക്കർ ഭൂമിയായിട്ട് മാറി. ഇതെങ്ങനെ മാറി? അപ്പോൾ വളരെ വ്യക്തമാണ്, കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ടും ഇന്ത്യയുടെ ഭൂമി കൊള്ളയടിക്കാൻ നിയമാനുസൃതമായിട്ട് അവരുടെ പേരിലാക്കി കൊടുക്കാൻ 995 നരസിംഹറാവുവിന്റെ കാലത്തും 2013 സോണിയയുടെ കാലത്തും ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. പാർലമെന്റിന് അധികാരമില്ല, സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെക്കുമ്പോൾ വ്യക്തമായ അജണ്ട നെഹ്റു ഫാമിലിക്ക് ഉണ്ടായിരുന്നു. നെഹ്റു ഫാമിലിയുടെ അജണ്ടയാണ് പാകിസ്ഥാൻ, പണ്ടൊക്കെ പറയല്ലോ ചിരിച്ചു നേടി പാകിസ്ഥാൻ പിടിച്ചു പാടും ഹിന്ദുസ്ഥാൻ. അപ്പോ കൃത്യമായി വഖഫ് ചെയ്ത് കൊടുത്ത പാകിസ്ഥാൻ, ബാക്കി ഹിന്ദുസ്ഥാൻ ഞങ്ങൾ നിയമവിധേയമായി ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് തന്നുകൊള്ളാം. ഇത് കൃത്യമായ ഒരു അന്താരാഷ്ട്ര അജണ്ടയാണ്. ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്കനുസരിച്ച് നൃത്തം കളിക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം.
ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വമാണ്. അവരിപ്പോഴും ധരിച്ചിരിക്കുന്നത് ഈ സോണിയാഗാന്ധി ഞങ്ങളുടെ കൂടെ ആനാമ്പള്ളം തളിച്ചതാണല്ലോ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മക്കൾ ഗാന്ധിമാരെല്ലാവരും ക്രിസ്ത്യാനികളാണല്ലോ, അതുകൊണ്ട് ഇവർ ഞങ്ങളെ രക്ഷിക്കുമെന്ന ഓർത്ത്. എനിക്ക് ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരോട് പറയാനുള്ളത്, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരോടും വിശ്വാസികളോടും പറയാനുള്ളത്, ഇവര് നിങ്ങളെ പറ്റിക്കുകയാണ് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ഇവര് ക്രിസ്ത്യാനിയൊന്നുമല്ല, ഇവരുടെ പാരമ്പര്യം മുസ്ലിമിൻ്റെതാ, ഇവരുടെ രക്തം മുസ്ലിമിൻ്റെതാ, അവരുടെ ചിന്ത മുസ്ലിമിന്റെ, തലച്ചോറ് മുസ്ലിമിന്റെയാ. എന്നിട്ട് പാവപ്പെട്ട ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടി ഇവര് ഇവിടെ പോകുന്നതാ, എവിടെ പള്ളിയിൽ പോകുന്നു, റോബർട്ട് വാദ്രയെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഒരു ക്രിസ്ത്യൻ പരിവേഷം ഉണ്ടാക്കുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികളെ, പറയാൻ മേലാത്ത ഭാഷയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ബാക്കി വൈകി പൂരിപ്പിച്ചുകൊണ്ടാണ്. എന്നിട്ടോ ഹിന്ദുവിനെ എങ്ങനെയാ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഈ രക്തത്തിൽ മുസ്ലിമും പേരിൽ ക്രിസ്ത്യാനിയുമായിരിക്കുന്ന ഈ ഗണ്ടി ഉണ്ടല്ലോ, ഇവൻ അമ്പലത്തിൽ പോകുമ്പോ പൂണൂല് ധരിക്കുന്നു. ആരാ ഇവനെ പൂണൂലിടിക്കുന്നത്? പൂണൂല് ധരിക്കുന്നു, കടുവ വര കുറി ഉണ്ടാക്കുന്നു, പട്ട് പുതയ്ക്കുന്നു, തലയെ കെട്ടുന്നു, രുദ്രാക്ഷം ധരിക്കുന്നു, ഇരുമുടി കെട്ടുമെടുത്ത് ഈ അടുത്ത തവണ ഇവന് ശബരിമലയ്ക്കും കൂടെ പോകും. ഒരു സംശയവും ഇല്ല, ഈ ആങ്ങളെയും പെങ്ങളും കൂടെ അടുത്ത തവണ ഈ മകരവിളക്കിന് മിക്കവാറും ശബരിമലയ്ക്കും കൂടെ പോകാൻ സാധ്യതയാണ്. അത്ര വേഷം കെട്ടാണ് നടത്തുന്നത്. അതിൽ പാവപ്പെട്ട ക്രിസ്ത്യാനി വീണുപോയി. അവർ ധരിച്ചിരിക്കുന്നത് ഇവര് പള്ളിയിൽ പോയി കുർബാന കാണുന്നതുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. നിങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സകല സഭകളുടെ അണ്ണാക്കി തന്നിരിക്കുകയാണ് ഈ കുടുംബം. നിങ്ങളും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് പുറകെ നടന്നു. ഈ സകല പള്ളി കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വിദേശത്ത് നിന്ന് വിദേശ പണം കൊണ്ടുവന്നും ഇവിടെ ഉണ്ടാക്കി വെച്ച സകല എസ്റ്റേറ്റും നഗരഭൂമിയും എല്ലാം ഈ ഗണ്ടി കുടുംബം എടുത്ത് മുസ്ലിമിന് കൊടുക്കും. അപ്പൊ അനുഭവിച്ചറിഞ്ഞാൽ മതി. അതുണ്ടാവരുത്. ക്രിസ്ത്യാനിയുടെ ഭൂമി സംരക്ഷിക്കണം, ഹിന്ദുവിന്റെ ഭൂമി സംരക്ഷിക്കണം, പാർലമെന്റ് മന്ദിരം സംരക്ഷിക്കണം, രാഷ്ട്രപതി ഭവൻ സംരക്ഷിക്കണം, ഡൽഹിയിലെ മുഴുവൻ സർക്കാർ ഓഫീസും സെൻട്രൽ സെക്രട്ടേറിയറ്റ് സംരക്ഷിക്കണം. എന്തിനേറെ 77% വരുന്ന ഡൽഹി സംസ്ഥാനത്തിന്റെ 77% ഭൂമി സംരക്ഷിക്കണം. ഇനിയും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത 9.5 ലക്ഷം ഏക്കർ എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ കണ്ണായ ഭൂമി മുഴുവൻ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അതിന്റെ പിന്നിൽ യാതൊരുവിധ ക്രിസ്ത്യൻ ഹിന്ദു അജണ്ടയും ഇല്ല. മുസ്ലിമിനെ ദ്രോഹിക്കാനുള്ള അജണ്ട ഇല്ല. നിയമപരമായി വഖഫ് എങ്ങനെ നടക്കണം, നിയമപരമായി നടന്നോട്ടെ. അത് മതത്തിനകത്ത് നടത്തിയാൽ മതി. മതത്തിന്റെ അധികാരവും നിയമവും വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭരണഘടനയുടെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചാൽ, പാർലമെന്റിന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങിയാൽ, സുപ്രീം കോടതിയെ തൊടലിട്ട് പൂട്ടിയാൽ സമ്മതിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ചുരുക്കം. അത് സമ്മതിക്കാനും പോകുന്നില്ല. സർ, നമ്മൾക്കറിയാം, ഇപ്പോ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് പണ്ട് ഒരു ഹർജിയുമായി ചെന്നൊരു കാര്യമുണ്ട്. അതായത് 2012 ആ സമയത്താണ് നടന്നിട്ടുള്ളത്. തമിഴ്നാടിന്റെ ഒരു പ്രത്യേക ഏരിയയിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ അവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഭൂരിപക്ഷമായി, ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ ഒന്നും പാടില്ല, ഇവരെ നിരോധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹർജിയുമായി ചെന്നൊരു അനുഭവമുണ്ട്. അത് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഹർജിയുമായി ചെന്ന സമയത്ത് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. വെറും 1400 വർഷം പഴക്കമുള്ള ഒരു മതം വേണ്ട, ഭാരതത്തിലേക്ക് എന്ന് മുതലാണ് അത് കടന്നു വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ഈ ഭാരതത്തിൽ അതിനു മുൻപുണ്ടായിരുന്ന ഇന്നുമുള്ള ഭൂരിപക്ഷ ജനത നിങ്ങളോട് പറയുകയാണ്, അവർ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആചാരവും അനുഷ്ഠാനവും പാടില്ല, ആഘോഷവും പാടില്ല എന്ന് പറഞ്ഞ് ഈ ഹൈക്കോടതിയെ തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ചോദിച്ച് ഇവന്മാരെ കണ്ട വഴി ഓടിച്ചിട്ടുണ്ട്. എന്താണ് സർ ഇവിടെ ഹിന്ദുവിന്റെ ഭൂമി പോലും നമുക്കറിയാം. ഇപ്പൊ കൊടുങ്ങല്ലൂരിലൊക്കെ ആദ്യ പള്ളി കൊടുത്തത് എങ്ങനെ, ആദ്യ പള്ളി ഉണ്ടായത് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ വെറും 1400 വർഷം പഴക്കമുള്ള ഇവരുടെ ഈ അവകാശവാദത്തെ ഏത് രീതിയിലാണ് സർ പുച്ഛിച്ച് തള്ളുന്നത്? അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ഇസ്ലാം മാത്രമേ ലോകത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ക്രിസ്ത്യൻ മതം ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് ആഫ്രിക്കയിലാണേലും ഏഷ്യയിലാണേലും എവിടെയാണേലും. എന്നാൽ ഇസ്ലാം ലോകത്ത് ഏത് രാജ്യത്ത് ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും ഇസ്ലാം ഒരിക്കലും ആ രാജ്യത്തിന്റെ നിയമങ്ങളെയും അവിടുത്തെ കോടതിയെയും ഭരണഘടനയെയും അംഗീകരിക്കുകയില്ല. മറിച്ച് ആഗോള ഇസ്ലാമിന് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും വലുത്. അതായത് ഒരു രാഷ്ട്രീയ മതമാണ് ഇസ്ലാം. അപ്പൊ രാഷ്ട്രീയ മതമായ ഇസ്ലാം ഭരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ അവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ രാജ്യങ്ങളും ശരീഅത്ത് നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിന് പിന്നെ ജനാധിപത്യമെന്നോ പാർലമെന്ററി ജനാധിപത്യമെന്നോ ഏകാധിപത്യമെന്നോ രാജഭരണമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും
അവിടെ മതനിയമം മാത്രമാണ് നടപ്പാകുന്നത്. എന്നാൽ ആ ഒരു അന്തരീക്ഷം ഈ ഭാരതത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അത് ആപത്കരമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് സമ്മതിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടുത്തെ ഏതാനും രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി, കോൺഗ്രസിനെ ഞങ്ങൾക്ക് തൊടലിട്ട് പൂട്ടാൻ പറ്റി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഞങ്ങളുടെ കക്ഷത്തിലാക്കാൻ പറ്റി എന്ന് കരുതി ഇന്ത്യയെ മൊത്തം എടുത്തങ്ങ് കക്ഷത്തിലാക്കാം എന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഇതേ ഉള്ളൂ. വള്ളത്തോൾ മഹാകവി പണ്ട് പാടിയിട്ടുണ്ട്, സ്വത്വഭുവനമാം ധാർഷ്ട്യമേ നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടി ആഴ്ത്താൻ. ഇത് വള്ളത്തോളിന്റെ ഭാഷ. ഇത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഇവിടെ ഈ ഇവന്മാരുണ്ടല്ലോ, അതിന്റെ ബാക്കി ബാക്കി പൂരിപ്പിച്ചുകൊണ്ടാണ് മതി, അവര് ഇവിടെ കിടന്ന് കൂടുതൽ നെകളിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ഇവിടുത്തെ RSS എന്ന് പറയുന്ന ദേശസ്നേഹ സംഘടനയുടെ ഒരു ചെറിയ ബറ്റാലിയൻ മതി ഇവനെ തോണ്ടിയെടുത്ത് അറബിക്കടലിലിടും, പൊടി പോലും കാണുകയല്ല പിന്നെ കണ്ടുപിടിക്കാൻ. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കരുത് എങ്കിൽ ഇന്ത്യയുടെ നിയമത്തിന് കീഴടങ്ങുക, ഇന്ത്യയുടെ പാർലമെന്റിനെ അംഗീകരിക്കുക, ഇന്ത്യയുടെ സുപ്രീം കോടതിയെ അനുസരിക്കുക. അതാണ് ഈ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം. സാർ, നമുക്കറിയാം രാഷ്ട്രീയമല്ല, മതമല്ല, രാജ്യമാണ് വലുത്. കാരണം നമ്മുടെ കാലുറപ്പിച്ച് നിർത്താനുള്ള ഒരു ഭൂമിയാണ് നമുക്ക് വലുത്. നമ്മുടെ പെറ്റ അമ്മയേക്കാൾ അതല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായിട്ട് നമ്മൾ കാണുന്നത് ഭാരതം എന്ന എന്റെ പെറ്റനാട്, സാറിന്റെ പെറ്റനാട്, മറ്റുള്ളവരുടെ പെറ്റനാട്. ഈ പെറ്റനാടിനെ ഒറ്റുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പെറ്റനാടിനെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഇവരോട് എല്ലാവരോടും, അത് നമ്മൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇവരോട് എന്താണ് സാർ അവസാനമായിട്ട് പറയാനുള്ളത്, എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാനുള്ളത്? അല്ല, അത് വളരെ ചുരുക്കി പറയാൻ അവര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവര് നമ്മളെ പഠിപ്പിച്ച അതേ വാചകം കൊണ്ട് തന്നെ ഞാനിതിന് മറുപടി പറയാം. മര്യാദയ്ക്ക് 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 ജീവിച്ചു. അങ്ങനെ ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ല എന്ന് ഇവിടുത്തെ ജനത പറയും, ഭരണകൂടം പറയും, ഇവിടുത്തെ ഭരണഘടന പറയും, ഇവിടുത്തെ കോടതി പറയും. അത് പറയിപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. യെസ്, ഭാരതം എന്ന എന്റെ ധർമ്മ ഭാരതം. ഇവിടെ എന്നൊക്കെ അധർമ്മം വിളയാടിയിട്ടുണ്ടോ അന്നൊക്കെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവതാരങ്ങൾ എടുക്കും. അത് നരേന്ദ്രമോദിജി ആയിരിക്കാം, മറ്റ് ഒട്ടേറെ പേരുകൾക്കല്ല പ്രാധാന്യം, ഇവിടെ അവർ ചെയ്യുന്ന കർത്തവ്യങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് രീതിയിൽ അധർമ്മം വിളയാട്ടാൻ വേണ്ടി ഏത് രൂപത്തിൽ ആളുകൾ വന്നു കഴിഞ്ഞാലും അതൊന്നും ഈ ഭാരത മണ്ണിൽ വിലപ്പോവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ ഇവന്മാർ നമ്മൾക്ക് തന്നിട്ടുള്ള മുദ്രാവാക്യം കൂടി ഇവിടെ പറയാം. ഈ പറയുന്ന പോലെ തന്നെ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ ഇവിടെ ഭാരത മണ്ണിൽ നിനക്കൊക്കെ ജീവിക്കാം എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ ഗംഭീരമായി തന്നെ ജയസൂര്യൻ സാർ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ സാറിന്റെ പെർമിഷനോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. സാർ, ഒരുപാട് നന്ദി. ഇത്രയും വിശദീകരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വ്യത്യസ്ത വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.